ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്റർ മയാമി PSG പരാജയപ്പെട്ടു. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കായിരുന്നു PSG വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും PSG 4 ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു. മത്സരത്തിലെ ആദ്യ 3 ഗോളുകളും വന്നത് ഇന്റർ മയാമി പ്രതിരോധത്തിന്റെ പിഴവിലായിരുന്നു. ഇന്റർ മയാമിയുടെ പ്രതിരോധം ഒരൽപ്പം ശ്രദ്ധിച്ച് കളിക്കുകയോ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഡിഫൻസീവ് ലൈൻ ഇന്റർ മയാമിക്കുണ്ടെങ്കിലോ ഈയൊരു റിസൾട്ട് ആകുമായിരുന്നില്ല മത്സരത്തിൻ്റെത്. എന്നാൽ ഇന്റർ മയാമി നായകൻ ലിയണൽ മെസ്സി ഈ 38-ാം വയസ്സിലും PSG പോലെയുള്ളൊരു ടീമിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. ആദ്യ പകുതിയിൽ കാര്യമായ നീക്കങ്ങളൊന്നും ലിയണൽ മെസ്സിക്കും സംഘത്തിനും ഇന്റർ മയാമി ഗോൾ മുഖത്തേക്ക് നടത്താൻ സാധിച്ചില്ലെങ്കിലും രണ്ടാം പകുതിയിൽ തീർത്തും വ്യത്യസ്തമായിരുന്നു. ഒരുപക്ഷെ ഇന്റർ മയാമി മുന്നേറ്റത്തിൽ ലിയണൽ മെസ്സി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മുന്നേറ്റം പോലും ഇന്റർ മയാമിക്ക് നടത്താൻ സാധിക്കുമായിരുന്നില്ല. ഈ മത്സരത്തിൽ ഇന്റർ മയാമിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റോ ഉണ്ടെങ്കിൽ അത് ലിയണൽ മെസ്സി മാത്രം നടത്തിയതാണ്. സത്യം പറഞ്ഞാൽ ഒറ്റയാൾ പോരാട്ടമാണ് ലിയണൽ മെസ്സി മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഇനി നമുക്ക് ഈ മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ കണക്കുകളൊന്ന് നോക്കാം. 89% പാസിംഗ് ആക്യുറസി, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഒരു കീ പാസ് നടത്തി, 2 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ, 2-2 സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ്, നടത്തിയ അറ്റാക്കുകൾ 100% വിജയം കണ്ടെത്തി, 3 ഡുവൽസ് വിൻ ചെയ്തു. ഇന്റർ മയാമി പോലെയുള്ള ഒരു ടീമിൽ നിന്ന് PSG-ക്കെതിരെ ഇങ്ങനൊരു കണക്ക് വലിയൊരു കണക്ക് തന്നെയാണ്. ഇന്റർ മയാമി ടീമിൽ ലിയണൽ മെസ്സി അല്ലാതെ PSG ഗോൾ മുഖത്തേക്ക് പന്തെത്തിച്ച മറ്റൊരു താരം പോലുമില്ല. ലൂയിസ് സുവാരസിന് പോലും മത്സരത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലിയണൽ മെസ്സിയുടെ PSG-ക്കെതിരെയുള്ള മത്സരത്തിലെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക.